Yeah. Uh, yeah. Hello everyone. Welcome to IELTS Academy. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ചാപ്റ്ററിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, ഒരു വൈഡർ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് റിസർച്ച് റിപ്പോർട്ടിംഗ്, അതിന്റെ സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിസർച്ച് റിപ്പോർട്ടിംഗ്, അതുപോലെ എന്താണ് തിസിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എക്സ്പ്ലനേഷൻ ആണ്. ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മളുടെ ഡെയിലി MCQ ടെസ്റ്റ് നടക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു പിന്നെ രീതിയാണ്. അപ്പൊ ഡെയിലി MCQs ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഒരു ഭാഗമാവുക. ഡെയിലി രാവിലെ 10 മണിക്ക് ഫൈവ് എം സി ക്യൂസ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ ഐ ആം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. എന്താണ് റിസർച്ച് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ് ഞാൻ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും എടുക്കാവുന്ന ഒരു സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ ഇപ്പോഴും എടുക്കുകയാണ്. ഞാൻ കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിന്റെ മുകളിൽ ഞാനൊരു പഠനം നടത്തുകയാണ്. ഓക്കെ, ഞാൻ പഠനം നടത്തി കേരളത്തിൽ ഒരുപാട് സ്ത്രീകളുടെ ഒരു ഡാറ്റ സർവേ രൂപത്തിൽ ഞാൻ കണ്ടക്ട് ചെയ്തു. അതിന് എനിക്ക് ഫൈൻഡിങ്സ്, എൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഈ റിസർച്ച് ഫൈൻഡിങ്സ് ഞാൻ എന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം അല്ലെ. അത് ഡോക്യുമെന്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യോ അല്ലെങ്കിൽ കോൺഫറൻസ് വഴിയോ ബുക്ക് വഴിയോ ഞാൻ എന്ത് ചെയ്യണം, അത് ആളുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് എൻ്റെ റിസർച്ച് എത്തിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, എന്താണ് റിസർച്ച് റിപ്പോർട്ടിംഗ് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ പാർട്ടിലോട്ട് നമുക്ക് വരാം. ബേസിക് കോൺസെപ്റ്റ് മനസ്സിലല്ലോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ റിസർച്ച് ചെയ്യുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് നമ്മൾ എന്ന് പറയാം റിസർച്ച് റിപ്പോർട്ടിംഗ് എന്ന് പറയാം. തീസിസ് അതിന്റെ ഒരു ഭാഗമാണ്. റിസർച്ച് റിപ്പോർട്ടിംഗ് പൊതുവെ നമ്മൾ മേജർ ആയിട്ട് 2 തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് ആർട്ടിക്കിൾ ആയിട്ട് പബ്ലിഷ് ചെയ്യില്ല. ഇപ്പൊ ജേർണലൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് പേപ്പർ പബ്ലിഷ് ചെയ്തു. പിന്നെ കോൺഫറൻസുകളിലും പൊതുവെ കോമൺ ആയിട്ട് നടക്കാറുണ്ട്. പക്ഷെ പിന്നെ വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് സബ്മിഷനാണ് തീസിസ്. തീസിസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിന്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാപ്റ്റർ ബൈ ചാപ്റ്റർ നമ്മൾ എഴുതുന്നത് പൊതുവെ തീസിസിലാണ്. റിസർച്ച് പേപ്പറിലൊക്കെ നമ്മൾ ജസ്റ്റ് കോമൺ ആയിട്ട് ഒരു 8000 വേർഡ്സിലൊക്കെയാണ് മാക്സിമം ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, മാക്സിമം 8000, എംബ്രോയിഡറിലൊക്കെ 8000 ആണ് മാക്സിമം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പാർട്ടിലോട്ട് പോവാം. എന്താണ് റിസർച്ച് റിപ്പോർട്ട്? എ റിസർച്ച് റിപ്പോർട്ട് ഈസ് എ സിസ്റ്റമാറ്റിക് റിട്ടേൺ. ഈ സിസ്റ്റമാറ്റിക് എന്നുള്ള വേർഡ് എല്ലാവർക്കും അറിയാലോ. ഫൈൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് റിട്ടേൺ ഡോക്യുമെന്റ് ദാറ്റ് പ്രസന്റ് ദി പ്രോസസ്, findings, analysis and conclusion of a research study in a clear and structured manner അല്ലെ. അതായത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഫസ്റ്റ്, അതിനുശേഷം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടാവും, അതിനുശേഷം ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഹൈപ്പോത്തിസിസ്, അങ്ങനെ 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 അങ്ങ് പോകും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോ ഈ റിസർച്ച് റിപ്പോർട്ടിൽ എന്തൊക്കെയാ ഉണ്ടാകുക, റിസർച്ചിന്റെ പ്രോസസ്സ് ഉണ്ടാവും, റിസർച്ചിൽ ഫൈൻഡിങ്സ് അല്ലെ, എന്റെ സ്റ്റഡിയിലൂടെ ഞാൻ കണ്ടെത്തി കേരളത്തിലെ മധ്യ കേരളത്തിലുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയാണ് കൂടുതൽ, അതുപോലെ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഇല്ലാത്ത ആളുകളുടെ ഡിഫറൻസ് ഇത്ര പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ടുള്ള അതിന്റെ ഫൈൻഡിങ്സ് മൊത്തത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള പഠനത്തിന്റെ റിപ്പോർട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ എഴുതുകയാണ്. അതിന്റെ കൂടെ എന്താണ് അനാലിസിസ്. അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഡാറ്റയെ നമ്മൾ കുഞ്ഞു കുഞ്ഞു മൾട്ടിപ്പിൾ ഡാറ്റാസ് ആക്കി മാറ്റുന്നതാണ് അനാലിസിസ്. അതുപോലെ തന്നെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇനി അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ റിസർച്ച്, ഇനി ഭാവിയിലുള്ള റിസർച്ചേഴ്സ് ഈ ഒരു മേഖല കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ സ്റ്റഡി കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ റിസർച്ച് റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അവിടെ പറയുന്ന പ്രോസസ്സും ഫൈൻഡിങ്സും അനാലിസിസും കൺക്ലൂഷനും പോലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, ക്ലിയർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യാണ്. ഫൈൻ. ഇനി ഇതിന്റെ റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു വലിയ ഒരു സ്ട്രക്ചർ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇതാണ് റിസർച്ച് റിപ്പോർട്ടിങ്ങിന്റെ ബേസിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ കോർ ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. തിസിസിലൊക്കെ നമ്മൾ പൊതുവെ ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് പൊതുവെ യൂസ് ചെയ്യുക. ഇവരെ മേജർ ആയിട്ട് നമുക്ക് 3 സെക്ഷൻ ആണുള്ളത്. ഒന്ന് പ്രിലിമിനറി സെക്ഷൻ ആണ്, പിന്നെ മെയിൻ ബോഡി ഉണ്ട്. ഓക്കെ, മെയിൻ ബോഡി വരും, പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ റെഫറൻസ് സെക്ഷനും. ഓക്കെ, ഈ 3 തരത്തിലായിട്ടാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് പൊതുവെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പ്രിലിമിനറി സെക്ഷനിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പൊ പ്രിലിമിനറി സെക്ഷനിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ്. ഐ ഹോപ്പ് ദി സ്ലൈഡ് ഈസ് ക്ലിയർ. ഓക്കെ, PPT ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഇത് ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ പറ്റും, ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫൈൻ. സോ എനിവേ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? യാ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ടൈറ്റിൽ പേജ് അല്ലെ. അതായത് നമ്മുടെ സ്റ്റഡിയുടെ ഒരു ടൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് പേജ് കൊടുക്കും. ഓക്കെ, ഇപ്പൊ കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയാണെന്നെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി ഓഫ് കേരള ഹൗസ് വൈഫ്, അങ്ങനെ ഒരു ബേസിക് ആയിട്ട് ടൈറ്റിൽ ഞാൻ കൊടുക്കും. ഫൈൻ. പിന്നെ വരുന്നതാണ് എന്ത്? എക്നോളജ്മെന്റ്. എക്നോളജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും എക്നോളജ് ചെയ്യില്ല. ഇപ്പം എന്റെ സ്റ്റഡിക്ക് പിന്നെ ഒരുപാട് പേര് സഹായമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലീസ്, ഒരുപാട് കോളേജിലെ വിദ്യാർത്ഥികൾ, അവരൊക്കെ എൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഞാൻ അവിടെ എക്നോളജ് ചെയ്യാണ്. അതുപോലെ തന്നെ ദൈവത്തിനെ എക്നോളജ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫാമിലി, മദർ, ഫാദർ, ഓക്കെ. ഇനിയിപ്പം പിന്നെ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കും റിസർച്ച് കണ്ടിട്ട്. അപ്പം അവരൊക്കെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ സെക്കൻഡ് ഭാഗത്ത് വരുന്ന അക്നോളജ്മെന്റ് എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ തേർഡ് ആണ് ടാബിൾ ഓഫ് കണ്ടന്റ്. ഓക്കെ, നമ്മുടെ ആമുഖത്തില് നമ്മൾ എല്ലാ ബുക്സിന്റെയും ഫ്രണ്ടിൽ കൊടുക്കുമല്ലോ ടാബിൾ ഓഫ് കണ്ടന്റ് അല്ലെ. അതായത് പിന്നെ പേജ് നമ്പർ ഇന്നതിൽ ഇന്നതാണ്, പിന്നെ ഇൻട്രൊഡക്ഷൻ വരുന്നത് ഇവിടെയാണ്, പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഈ ഭാഗത്താണ്, ഹൈപ്പോത്തിസിസ് ഈ ഭാഗത്താണ്. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടേബിൾ എൻ്റെ ഈ റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവറോൾ സ്ട്രക്ചർ ഞാൻ ആ ടേബിൾ ഓഫ് കണ്ടന്റിൽ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ റിസർച്ചിൽ നമ്മൾ ഒരുപാട് ടാബിളുകൾ യൂസ് ചെയ്യും അല്ലെ. ഇപ്പം കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 14 ടാബുകൾ ഉണ്ടാവും. കാരണം എന്താണ്? 14 ജില്ലകളുണ്ട്. ആ ജില്ലകൾ വേർതിരിച്ചിട്ട് എത്ര സ്ത്രീകൾ എടുത്തിട്ടുണ്ട്, ആ സ്ത്രീകൾ തന്നെ പഠിച്ചവരെത്ര, എഡ്യൂക്കേറ്റഡ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എത്ര, ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾ, വർക്കിംഗ്, അർബൻ, റൂറൽ, അങ്ങനത്തെ ഒരുപാട് ടാബുകൾ ഉണ്ടാവും. അപ്പൊ ആ ലിസ്റ്റ് ഓഫ് ടാബിൾ ഈ പറയുന്ന ആ ഒരു പ്രിലിമിനറി സെക്ഷനിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്. ഓക്കെ, ഈ പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഓക്കെ, നമ്മൾ ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചാർട്ടുകളൊക്കെ നമ്മൾ ആ സ്റ്റഡിയിൽ യൂസ് ചെയ്യും. അതൊക്കെ നമ്മൾ എന്താണ് ഈ പറയുന്ന പ്രിലിമിനറി സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്? അബ്സ്ട്രാക്ട്. ഓക്കെ, ഇത് ലിസ്റ്റ് ആണ്, അത് കൊടുക്കുന്നല്ല, അതിന്റെ ലിസ്റ്റ് ആണ്. ഇപ്പം ലിസ്റ്റ് ഓഫ് ടാബിൾ ആണെന്നുണ്ടെങ്കിൽ ടാബിൾ 1 എന്നുള്ളത് പിന്നെ കണ്ണൂർ ജില്ലയിലായിരിക്കും, ടാബിൾ 2 പിന്നെ കാസർഗോഡ് ജില്ലയാണ്. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയാണ്, അവിടെ തന്നെ എല്ലാം കൊടുക്കുക അല്ല, അതൊക്കെ ലാസ്റ്റോട്ട് നമ്മുടെ മെയിൻ ബോഡി പാർട്ടിലാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ. ജസ്റ്റ് ടാബിള് സെക്ഷൻ മാത്രം കൊടുക്കലാണ്. ഫൈൻ. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു നമ്മളെ ഈ എൻറ്റയർ സ്റ്റഡിയെ നമ്മൾ ഒരു 200 അല്ലെങ്കിൽ 250 വേർഡ്സിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവുക? അതാണ് അബ്സ്ട്രാക്ട്. അതായത് ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആണ്. നമ്മൾ പൊതുവെ റിസർച്ച് വായിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അബ്സ്ട്രാക്ട് ആയിട്ടാണ് ഞാൻ പേഴ്സണലി വായിക്കാറുള്ളത്. അപ്പൊ അബ്സ്ട്രാക്ട് വായിച്ചാൽ നമുക്ക് ആ സ്റ്റഡിയുടെ മൊത്തം ഐഡിയ കിട്ടും. ഓക്കെ, അത് വായിച്ച് നമുക്ക് മനസ്സിലാവും ഇനി ഈ റിസർച്ച്, ഈ പേപ്പർ എന്റെ റിസർച്ചുമായിട്ട് കണക്ട് ആണോ. അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി അബ്സ്ട്രാക്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് എന്റെ സ്റ്റഡിയുമായിട്ട് കണക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഫർദർ വായിക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ മൊത്തം വായിച്ചിട്ട് തന്നെ സ്റ്റഡിയുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡീറ്റെയിൽഡ് സമ്മറൈസേഷൻ ആണ്. ഓക്കെ, അത് ഒരു പൊതുവെ റിസർച്ച് പേപ്പറിലൊക്കെ 150 ആണ്, തീസിസിലൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി വലുതാവും. ഫൈൻ. ഇതാണ് എന്ത്? ഈ പ്രിലിമിനറി സെക്ഷൻ എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന്റെ കോർ ആയിട്ടുള്ള പിന്നെ ഈ പറയുന്ന സെക്ഷൻസിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് എന്ത്? മെയിൻ ബോഡി കേട്ടോ. മെയിൻ ബോഡിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആള്. ഓക്കെ, എന്താണ് മെയിൻ ബോഡിയിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതില് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ബി 1 എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ്. അവിടെ വരുന്ന എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം. എന്ത് പ്രശ്നമാണ് ഞാൻ എന്റെ സ്റ്റഡിയിലൂടെ കണ്ടെത്താൻ പോകുന്നത്? ഓക്കെ, അതായത് കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. അതൊരു പ്രശ്നമാണ്, അത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അതാണ് എ. ബി എന്ന് പറയുമ്പോൾ എന്താണ്? സിഗ്നിഫിക്കൻസ്. എന്തുകൊണ്ട് നിങ്ങൾ ആ പഠനം നടത്തണം? ഞാനപ്പോ എനിക്ക് ഒരുപാട് റീസൺസ് പറയും അവിടെ. പിന്നെ അതായത് പിന്നെ ഈ ഡിജിറ്റൽ യുഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ മിഡിൽ ഇൻകം ട്രാപ്പ് എന്നുള്ള ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കടത്തിലോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെ സാമ്പത്തികപരമായിട്ട് സാക്ഷരത ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പണം എങ്ങനെ ചെലവഴിക്കണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറ്റി ഒരു ധാരണ ഉണ്ടാവും. അതാണ് ഈ പറയുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് ദി പ്രോബ്ലം അല്ലെ. നമ്മൾ പഠിക്കാൻ പോകുന്ന റിസർച്ചിന്റെ എന്തുകൊണ്ടാണ് അത് പഠിക്കേണ്ടത്? വൈ ഷുഡ് യു സ്റ്റഡി ദാറ്റ് സ്പെസിഫിക് പ്രോബ്ലം? എന്തിനാണ് അത് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കണം. ഇന്നത് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റഡി നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ പിന്നെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണം. ഫൈൻ.
പിന്നെ പേർപ്പസ്, നമ്മുടെ റിസർച്ചിന്റെ ഒരു പേർപ്പസ് എന്താണെന്ന് നമ്മൾ പറയണം. പിന്നെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. ഹൈപ്പോത്തിസിസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഓൾറെഡി ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഫൈൻ. പിന്നെ എന്താണ് എസംഷൻസ്, പിന്നെ എന്താണ് സ്റ്റഡി, നമ്മുടെ ഇതിന്റെ ലിമിറ്റേഷൻസ് വരും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡെഫിനിഷൻസ്, എന്താണ് നമ്മുടെ സ്റ്റഡിയുടെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണ്, അത് ഡിഫൈൻ ചെയ്യണം. ഓക്കെ. വിമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഡിഫൈൻ ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട്, നമ്മൾ അവിടെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ എത്തിക്കൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം കൂടിയുണ്ട്. ഓക്കെ. എത്തിക്കൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പൊതുവെ ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, IRB ഡോക്യുമെന്റ് എന്ന് പറയും. അതായത് നമ്മളിപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു ഒരു ഡിക്ലറേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്തിട്ട് കൊടുക്കണം. അതായത് പിന്നെ പിന്നെ യൂണിവേഴ്സിറ്റി നമുക്ക് പെർമിഷൻ തരുന്നുണ്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ അവർ എന്ത് ചെയ്യുന്നു, നമുക്കൊരു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പേപ്പർ സൈൻ ചെയ്യണം. അതായത് ഇന്ന വിഷയങ്ങൾ ചോദിക്കണം, ഇന്ന വിഷയങ്ങൾ ചോദിക്കാൻ പാടില്ല. ഓക്കെ. ഇപ്പൊ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ വിഷയങ്ങളൊക്കെ റിസർച്ചിലൊക്കെ നമുക്ക് എന്താണ് ചില ചില ചോദ്യം നമുക്ക് ചോദിക്കാൻ പാടില്ല. ഈ ഉദാഹരണത്തിന് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ട്രൈബ്സുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ നമ്മളെ വളരെ ഇൻഡെപ്തിലോട്ട് അപകടം പിടിച്ച ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ പാടില്ല. ചിലപ്പോൾ അവരെ ട്രൈബ്സിനെ, അവരുടെ ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് എത്തിക്കൽ കൺസിഡറേഷന്റെ ഒരു കൺസെന്റ് ഒരു സൈൻ ചെയ്യുന്ന രീതിയൊക്കെ പൊതുവെ പിന്നെ ഈ സോഷ്യൽ സയൻസ് റിസർച്ചുകളിൽ പൊതുവെ കാണാറുണ്ട്. ഫൈൻ. പിന്നെ വരുന്നതാണ് ബഡ്ജറ്റ്. ഓക്കെ. ബഡ്ജറ്റ് പൊതുവെ കുറവാണ്. ചില റിസർച്ചിനാണ് പൊതുവെ ബഡ്ജറ്റ് ഉണ്ടാവും. പ്രപ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോമൺ എത്ര എമൗണ്ട് ആണ് ഈ റിസർച്ചിന് പൊതുവെ വരിക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. പിന്നെ പ്രപ്പോസ്ഡ് ടൈം ലൈൻ, എത്ര ടൈമാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്നതാണ്. ഓക്കെ. ഇതാണ് എന്ത് ഈ നമ്മുടെ മെയിൻ ബോഡിയിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഈ റിസർച്ച് പേപ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കേട്ടോ. ഇതൊക്കെ തിസിസിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ട് വരുന്ന റിപ്പോർട്ടിങ്ങിലൊക്കെയാണ് പൊതുവെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുക. റിസർച്ച് റിപ്പോർട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അങ്ങനെ അതിന്റെ ഹെഡിങ് മാത്രമാണ് നമ്മൾ അതിൽ അവിടെ എന്ത് ചെയ്യുള്ളൂ, പൊതുവെ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ തരത്തിലുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോർമാറ്റ് തന്നെ എടുത്തത്. തിസിന്റെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ. അതിനൊരു ഉപകാരം അതാണ്. അപ്പം നമ്മുടെ മെയിൻ ബോഡി B1 ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി B2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് ഞാൻ മുന്നേ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റഡികൾ, ഇപ്പൊ ഞാൻ കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നേ ഏതെങ്കിലും സ്റ്റഡി നടന്നിട്ടുണ്ടോ? അതായത് ഇപ്പൊ ബീഹാറിലെ സോറി ബീഹാറിലുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ആവും. അതുപോലെ ചൈനയിലുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയുമായി ബന്ധപ്പെട്ട പഠനം നടന്നിട്ടുണ്ട്. സിംഗപ്പൂരിലുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് എൻ്റെ റിസർച്ചുമായിട്ട് എവിടേക്കോ കണക്റ്റഡ് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് വായിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ ഉണ്ടാവും അല്ലെ. കാരണം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പൊ എനിക്ക് അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാറ്റേണും അതൊക്കെ നമുക്ക് എന്താണ് ഒരു റെഫറൻസ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറും. അതാണ് സെക്കൻഡ് വൺ വരുന്ന റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെ നമുക്ക് എന്താണ് പിന്നെ റിസർച്ചിന്റെ ഒരു മോഡൽ നമുക്ക് തന്നെ ബേസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് തേർഡ് വണ് ഡിസൈൻ ഓഫ് ദി സ്റ്റഡി. ഓക്കെ. ഡിസൈൻ ഓഫ് ദി സ്റ്റഡി എന്ന് പറയുമ്പോൾ റിസർച്ച് മെത്തഡോളജി എന്നും കൂടി പറയും നമ്മൾ പൊതുവേ ഇതിന്. അതായത് എങ്ങനെയാണ് ഞാൻ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഈ കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത എന്നുള്ള വിഷയം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് എത്ര സ്ത്രീകളിലേക്കാണ് ഞാൻ പഠനം നടത്തുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അത് ഏത് സാമ്പിളിംഗ് മെത്തേഡാണ്, പ്രൊബബിലിറ്റി ആണോ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ആണോ, എന്താണ് പ്രൊബബിലിറ്റി എന്താണ് നോൺ പ്രൊബബിലിറ്റി എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുക കേട്ടോ, നിങ്ങൾ സംശയം ഉണ്ടെന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. അങ്ങനെ അപ്പോൾ അതാണ് ഈ പറയുന്ന ഡിസൈൻ ഓഫ് ദി സ്റ്റഡി. എക്സിക്യൂഷൻ പാർട്ടാണ്. ഇവിടെയാണ് സ്റ്റഡി എക്സിക്യൂഷൻ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് തേർഡില് എന്താണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ്. പിന്നെന്താണ് സോഴ്സ് ഓഫ് ഡാറ്റ, എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്തത്. ഇപ്പൊ എൻ്റെ സ്റ്റഡിയുടെ ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള 14 ജില്ലകളുമാണ് എൻ്റെ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ സാമ്പിളിംഗ് പ്രൊസീജിയർ, ഏത് സാമ്പിളിംഗ് ആണ് നിങ്ങൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഓക്കെ.
പിന്നെന്താണ് മെത്തേഡ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ ഡാറ്റ ഗാദറിംഗ്. ഞാൻ യൂസ് ചെയ്യുന്ന എന്താണ് സർവേ മെത്തേഡിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവിടെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മെത്തേഡ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഏത് മെത്തേഡിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത്, ഇന്റർവ്യൂ വഴിയാണോ, സർവേ വഴിയാണോ, ഒബ്സർവേഷൻ വഴിയാണോ, എങ്ങനെയാണ് നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ സോഷ്യൽ സയൻസിലൊക്കെ നമ്മൾ പൊതുവെ ഈ പറയുന്ന ഇന്റർവ്യൂ സർവേ പോലുള്ള രീതികളാണ് പൊതുവെ യൂസ് ചെയ്യുക. ഈ സയൻസ് മേഖലകളിൽ സ്റ്റെം മേഖലയിലൊക്കെ അവിടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഈ ബീക്കറൊക്കെ എടുത്തിട്ട് എനിക്കറിയില്ല, ഫൈൻ, ഓക്കെ. പിന്നെ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, നമ്മൾ ഈ സ്റ്റഡിയുടെ ഫൈൻഡിങ്സിലൂടെ നമ്മൾ നടത്തുന്ന പഠനത്തിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ്, ഒരുപാട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും അതുപോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ SPSS PLSM പോലുള്ള സോഫ്റ്റ്വെയർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, അപ്പൊ അതാണ് തേർഡ് ഡിസൈൻ ഓഫ് ദി സ്റ്റഡി അഥവാ റിസർച്ച് മെത്തഡോളജി കേട്ടോ. യാ, പിന്നെ വരുന്നതാണത് അനാലിസിസ് ഓഫ് ഡാറ്റ. ഓക്കെ, അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, നെക്സ്റ്റ് 4 ആണ്. പിന്നെ മെയിൻ ബോഡിയിൽ ഒന്ന് ഇൻട്രൊഡക്ഷൻ ആണ്, സെക്കൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്, തേർഡ് എന്താണ്, തേർഡ് ഡിസൈൻ ഓഫ് ദി സ്റ്റഡി ആണ്, ഫോർത്ത് എന്താണ് അനാലിസിസ് ഓഫ് ഡാറ്റ ആണ്. ഓക്കെ, എന്താണ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. അതായത് ഇപ്പം കണ്ണൂർ ജില്ലയിൽ നിന്ന് 130 സ്ത്രീകളാണ്, അവരുടെ ഒരു ഡാറ്റ ആ ടാബിൽ ഉണ്ടാവും. അതിൽ 130-ൽ 80 ആളുകൾ പിന്നെ പിന്നെ എഡ്യൂക്കേറ്റഡ്, അതായത് മോർ ദാൻ ഡിഗ്രി ആളുകളാണ്. ഈ ബാക്കിയുള്ള ആളുകൾ ലെസ് ദാൻ ഡിഗ്രി താഴെയുള്ള വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ്. ഇനി അതേപോലെ തന്നെ അർബൻ റൂറൽ. ഓക്കെ, അതാണ് നമ്മൾ ഈ പറയുന്ന അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ വലിയ ഡാറ്റ നമ്മൾ എന്തെങ്കിലും ഓരോരോ ബഞ്ച് ഓഫ് സംഭവങ്ങളായിട്ട് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന എ ആണ് ടെക്സ്റ്റ് വിത്ത് അപ്രോപ്രിയേറ്റ്, പിന്നെ ടാബിൾസ്, പിന്നെ അതുപോലെ തന്നെ ഫിഗേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക, ഡാറ്റ അനാലിസിസിന്റെ സമയത്ത് നമ്മൾ ഈ രീതിയിലാണ് ഷോക്കേസ് ചെയ്യുക, ടാബിൾ വഴിയും ഡാറ്റ വഴിയും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. അതിന്റെ ഇൻഡെപ്തിലോട്ട് നിങ്ങൾക്ക് ഒരു റിസർച്ച് പേപ്പർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു സെഷൻ വെക്കാം, റിസർച്ച് പേപ്പർ. കാരണം അത് ആ പേപ്പർ കാണിച്ചാൽ നിങ്ങൾക്ക് ഡീലായിട്ട് മനസ്സിലാവുള്ളൂ എന്ത് സംഭവം എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ വരുന്ന ഈ മെയിൻ ബോഡി വരുന്ന ലാസ്റ്റ് പാർട്ടാണ് എന്ത്, സമ്മറി ആൻഡ് കൺക്ലൂഷൻ. അല്ലെ, സമ്മറി എന്ന് പറയുമ്പോൾ റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം. അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം ഉണ്ടല്ലോ, ഈ പ്രോബ്ലവും നമുക്ക് ഇപ്പം കിട്ടിയ റിസൾട്ട് തമ്മിൽ ഇവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ കമ്പയർ ചെയ്യും ഫൈനൽ. അത് നമ്മൾ എന്താ പറഞ്ഞത്, കേരളത്തിലെ സ്ത്രീയുടെ സാമ്പത്തിക സാക്ഷരത കുറവെന്ന് പറഞ്ഞു. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടി. ഇത് രണ്ടും നമ്മൾ ഇനി കമ്പയർ ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞത് തന്നെയാണോ ശരി എന്നുള്ളതാണ് നമ്മളിവിടെ റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്രൊസീജിയർ, പിന്നെ അതുപോലെ തന്നെ മേജർ ഫൈൻഡിങ്സ്. ഓക്കെ, അതായത് എന്തൊക്കെയാണ് റിസർച്ചിലെ ഫൈൻഡിങ്സ് നമുക്ക് കിട്ടുന്നത്, എഡ്യൂക്കേഷൻ കൂടുതലും കുറവുള്ള ആളുകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി എങ്ങനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ അർബൻ വേഴ്സസ് നോർമൽ, ആരുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ആണ് കൂടുതൽ കുറവ്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ മേജർ ഫൈൻഡിങ്സ് എന്നുള്ള ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ കൊടുക്കുകയാണ്. പിന്നെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റാപ്പപ്പ് ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ ഈ പ്രസംഗത്തിലൊക്കെ ഇതുവരെ സംസാരിച്ച അധ്യക്ഷ പ്രസംഗം നടത്തിയ ഇന്ന വ്യക്തി, പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം, പിന്നെ ഉദ്ഘാടനം നടത്തിയ ഇന്ന ആള്, എല്ലാവരുടെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതാണ് കൺക്ലൂഷൻ. ഫൈൻ. ഒന്ന് ഓവറോൾ ഇങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് തട്ടിക്കൂട്ടിട്ട് നമ്മൾ റാപ്പപ്പ് ചെയ്യും. ഫൈൻ. പിന്നെന്താണ് റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അല്ലെ, അതായത് നമ്മൾ ലിമിറ്റേഷൻ ഓഫ് ദി സ്റ്റഡി, നമ്മുടെ സ്റ്റഡിയിൽ നിന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അതിന്റെ ലാസ്റ്റ് റെക്കമെൻഡ് ചെയ്യണം. അതായത് ഇനി ഈ ഒരു മേഖലയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് വേറെയും ഈ മേഖലയിൽ ഒരുപാട് റിസർച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മെയിൻ ബോർഡിൽ വരുന്നത്. ലാസ്റ്റ് എന്താണ്, റെഫറൻസ് സെക്ഷനിലാണ്. റെഫറൻസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ എൻഡിൽ വരുന്ന കാര്യമാണ് ഇപ്പൊ എൻഡ് നോട്ട്. ഓക്കെ, പിന്നെ അതുപോലെ ബിബ്ലിയോഗ്രഫി, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റെഫറൻസിങ് സ്റ്റൈൽ നമ്മൾ ഡിസ്കസ് ചെയ്യട്ടോ. നെക്സ്റ്റ് വീഡിയോ റെഫറൻസിങ് സ്റ്റൈലാണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഭയങ്കര ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായത് കൊണ്ട് തന്നെ ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ അപ്പൻഡിക്സ് എന്താണ്, അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൻഡിക്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പം ഇന്റർവ്യൂ ഒക്കെ നടത്തുമല്ലോ. ഇപ്പൊ ട്രൈബ്സിന്റെ സ്റ്റഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈബ്സിന്റെ കൂടെ നിന്ന് അവരെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ അത് നമ്മൾ അപ്പൻഡിക്സിൽ പൊതുവെ കൊടുക്കുക. അതുപോലെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഒരു ഫർദർ ഇൻഫർമേഷൻ. അത് ഇമ്പോർട്ടൻ്റ് എന്നല്ല, അത് നമ്മൾ ഒരു സ്റ്റഡിയുടെ ഒരു മെമ്മറി ഒക്കെ പോലെ ഒരു ആൽബം ഒക്കെ നമ്മൾ വെക്കുന്ന പോലെ തന്നെ അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഒരു ആൽബം പോലെ വെക്കുന്ന സംഭവമാണ് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് മൊത്തത്തിലുള്ള റിസർച്ച് റിപ്പോർട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കട്ടെ കാര്യങ്ങളൊക്കെ.
സോ ഇതൊക്കെയാണ്. ഇനി നമുക്ക് എന്താണ് എന്തായാലും ഇതുവരെ എത്തിച്ച് നമുക്ക് തീസിസും കൂടി എന്താ നോക്കാം. ഓക്കെ, റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു മെത്തഡാണ് തീസിസ് എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് ഈ തീസിസ്, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതും കൂടി നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സോ എന്താണ് തീസിസ്? ഓക്കെ, തീസിസ് ഇസ് എ ലോങ് ഫോർമൽ റിസർച്ച് വർക്ക് റിട്ടൺ ബൈ എ സ്റ്റുഡന്റ് ടു പ്രസന്റ് ഒറിജിനൽ ഐഡിയാസ്, ആർഗ്യുമെന്റ്സ് ഓർ ഫൈൻഡിങ്സ്. ഓക്കെ, അതായത് നമ്മൾ ഏതെങ്കിലും ഇപ്പം കേരളത്തിലെ സ്ത്രീകളുടെ വിമൻസിന്റെ ഫിനാൻഷ്യൽ ലിറ്ററസി ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ നമ്മൾ ലോങ് ആയിട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് ഒക്കെ തീസിസിന്റെ ഫോർമാറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള റിസർച്ച് വർക്ക് ആയിരിക്കും. ഓക്കെ, ഇത് ഒരുപാട് ചിലപ്പം 1 വർഷം 2 വർഷമൊക്കെ എടുക്കുന്ന സ്റ്റഡിയാണ് ഈ പറയുന്ന തീസിസിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡി എന്ന് പറയുന്നത്. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും. ഓക്കെ, വിച്ച് പ്രസന്റ് ദി ഒറിജിനൽ ഐഡിയാസ്, ആ ഒരു റിസർച്ചറുടെ ഒറിജിനൽ ഐഡിയാസും ആർഗ്യുമെന്റ്സും ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ എന്താണ് ഈ തിസിസിലൂടെ നമ്മൾ എന്താണ് ആളുകൾ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ പൊതുവെ പിന്നെ ഈ ഡോക്ടറൽ ഡിഗ്രിയുടെ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, തിസിസ് പൊതുവെ കണ്ടക്ട് ചെയ്യുക. പക്ഷെ പുറത്ത് ഇപ്പം വെസ്റ്റേൺ കൺട്രീസിൽ ഇപ്പോൾ പിന്നെ UK ആ ഒരു പിന്നെ ഭാഗത്ത്, അതുപോലെ സ്റ്റേറ്റ്സിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷന്റെ സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവര് തിസിസ് സബ്മിറ്റ് ചെയ്യാറുണ്ട് പൊതുവെ. ഓക്കെ, നമ്മൾ പൊതുവെ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് തിസിസിന്റെ ഒരു തട്ടിക്കൂട്ട് പരിപാടി നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ റിസർച്ചിന്റെ നമ്മൾക്ക് ഇവിടെ നമ്മുടെ രാജ്യത്ത് PhD കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് PhDക്ക് തിസിസ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു വ്യക്തിക്ക് PhD കൊടുക്കുള്ളൂ. ആൻഡ് കറന്റ് ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ് റൈറ്റ് നൗ. ഞാനിപ്പം എന്റെ റിസർച്ച് റൈറ്റിംഗ് പ്രോസസ്സിലാണ് ഉള്ളത്. ഫൈൻ, യാ. അപ്പൊ ഇതാണ് തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, തിസിസ് ഇസ് എ ലോങ് ഫോർമൽ റിസർച്ച് വർക്ക്. ഓക്കെ, അതായത് തിസിസ് എന്തുകൊണ്ടാണ് ഈ പ്രയോറിറ്റൈസ് ചെയ്ത് പറയാൻ കാരണം, നമ്മളൊരു റിസർച്ച് ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതൂല. അതാട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത. റിസർച്ച് ആർട്ടിക്കിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതൂല. ഒരു 10-20 പേജ്, അതായത് ഒരു 8000 വേർഡ്സിലൊക്കെ കാര്യങ്ങൾ ചുരുക്കുന്നുണ്ട്. തിസിസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതിന്റെ 4 വശം മുറിച്ചും തിരിച്ചും മറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ തിസിസിൽ നമ്മൾ എഴുതുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഡെഫിനിഷൻ പാർട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ. എന്താണ് ഒന്നെന്താണ് ഒറിജിനൽ ഇൻഡിപെൻഡന്റ് റിസർച്ച് ആയിരിക്കണം. പിന്നെ ക്ലിയർ റിസർച്ച് പ്രോബ്ലം, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ സിസ്റ്റമാറ്റിക് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം. നേരത്തെ കാണിച്ച റിപ്പോർട്ട് ഉണ്ടല്ലോ, 3 സെക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരുന്നു, പ്രിലിമിനറിയും പിന്നെ ബോഡിയും പിന്നെ മെയിൻ ബോഡിയും പിന്നെ റെഫറൻസിങ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിരിക്കണം. പിന്നെ എക്സ്റ്റെൻസീവ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടാണ് അല്ലെ. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള മുന്നേ ഉള്ള ഒരുപാട് സ്റ്റഡികളുടെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പഠനം അവിടെ നടന്നിരിക്കണം. പിന്നെ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് റിസർച്ച് മെത്തഡോളജി. ഓക്കെ, നല്ല രീതിയിലുള്ള മെത്തഡോളജി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. ഇപ്പം ട്രൈബൽസിന്റെ ഒരു സ്റ്റഡി നടത്താനും വേണ്ടി നമ്മൾ സർവേ ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെ ഇന്റർവ്യൂ തന്നെ ചെയ്യണം. സർവേ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിന് ആൻസർ വാങ്ങിക്കാറ്. പക്ഷെ ഇപ്പൊ ട്രൈബൽസ് പോലുള്ള ഒരു ഏതെങ്കിലും ഒരു എത്നിക് പോലുള്ള കാര്യങ്ങൾ ഇൻഡെപ്ത് പഠിക്കേണ്ട, ഇപ്പൊ ഇമോഷൻസ് അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടുന്ന കുറച്ച് വസ്തുതകൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി, നമ്മൾ ഇന്റർവ്യൂ പോലുള്ള സ്റ്റഡികൾ യൂസ് ചെയ്യണം. ഇനി അതല്ല ഫിനാൻഷ്യൽ ലിറ്ററസി പോലുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മതി. അതാണ് റിസർച്ച് മെത്തഡോളജി. അപ്രോപ്രിയേറ്റ് റിസർച്ച് മെത്തഡോളജി നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ലോജിക്കൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡാറ്റ, ടേബിൾസ്, ഫിഗേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ അക്കാഡമിക് ആൻഡ് ഫോമൽ ലാംഗ്വേജ്. ഓക്കെ, ഇത് വളരെ PhD ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ ലാംഗ്വേജിലാണ്. ഓക്കെ, റിസർച്ച് റൈറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഈ പറയുന്ന വേർഡ്സുകൾ ചിലപ്പം കിട്ടില്ല, ചില വേർഡ്സുകളൊന്നും ഈ മോർ ഓവർ ഓൾത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ 2 വേർഡ്സുകൾ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫോമൽ ലാംഗ്വേജിന് വരെ നമ്മൾ ഈ വാട്സപ്പിലേക്ക് ചാറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, അവിടെ എഴുതിപ്പോവും. അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഫോമൽ ആയിട്ട് ഒരു അക്കാഡമിക് ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ് പ്രോപ്പർ സൈറ്റേഷൻ, റെഫറൻസിങ്. ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യും, എന്തുകൊണ്ടാണ് റെഫറൻസിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഒബ്ജക്ടിവിറ്റി ആൻഡ് അക്യുറസി, ക്ലിയർ കൺക്ലൂഷൻ, സ്കോപ്പ് ഫോർ ഫ്യൂച്ചർ റിസർച്ച്. ഇതൊക്കെയാണ് ഒരു തിസിസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. സോ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം, MCQs ഡെയിലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഡെയിലി 5 MCQs ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും അത് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആവും. സോ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. So that's all about today's session. So we'll see you on next session. Till then, bye.